ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. ജൂലൈ മാസത്തിലുള്ള കേരള PSCയുടെ എക്സാമിനേഷൻ കലണ്ടർ വന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു 5 പോസ്റ്റിലെ എക്സാംസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എക്സാം ഏതൊക്കെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്, ആ എക്സാമിൻ്റെ ഡേറ്റ് എപ്പോഴാണെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായാലും എക്സാമിൻ്റെ പ്രിപ്പറേഷൻ പകുതി വഴിക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും സൈലം ടെക്നിക്കലിൽ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. A ലെവലിലും ഓവർസീ ലെവലിലൊക്കെ ഉള്ള ബാച്ചസ് ഉണ്ട്. A ലെവലിൽ പുതിയൊരു ബാച്ച് മെയ് 1 ലോഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത ഒന്നും പറയണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാ ഓഫ്ലൈൻ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനും ഓൺലൈൻ ബാച്ചസിലും കൂടെ ആക്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോഴ്സാണ് അവൈലബിൾ ആക്കുന്നത് സൈലം ടെക്നിക്കൽ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം കേട്ടോ. ജൂലൈ മാസത്തിൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് എക്സാം എന്നൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് വരുന്ന എക്സാം 10-ാം തീയതിയാണ്, ജൂലൈ 10-ന്. പോസ്റ്റ് എന്ന് പറയുന്നത് ട്രേസർ പോസ്റ്റ് ആണ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ കാറ്റഗറി നമ്പർ 189/2023. അപ്പോൾ ആ 10-ാം തീയതിയുള്ള എക്സാംസ് കമ്പൈൻഡ് എക്സാംസ് ആണ്. ഒരു 3 പോസ്റ്റിലേക്ക് കമ്പൈൻഡ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. അന്ന് വരുന്ന അടുത്ത എക്സാം എന്ന് പറയുന്നത് 530/2023, അതായത് കേരള വാട്ടർ അതോറിറ്റിയിൽ 3rd ഗ്രേഡ് ഓവർസിയർ പോസ്റ്റിലേക്കുള്ള എക്സാമാണ് അടുത്തത് വരുന്നത്. ഈ 2 എക്സാമും സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. ഇനി ഇതിനൊപ്പം തന്നെ ഒരു എക്സാമും കൂടെ വരുന്നുണ്ട് 10-ാം തീയതി, വർക്ക് സൂപ്രണ്ടന്റിന്റെ എക്സാം. അത് ഒരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വർക്ക് സൂപ്രണ്ടന്റ് പോസ്റ്റ് ആണ്. ഏതൊക്കെ ജില്ലയിലാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ഉണ്ട്, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, മലപ്പുറം, വയനാട് ആൻഡ് കണ്ണൂർ. അപ്പോൾ ഈ 3 എക്സാമും അല്ലെങ്കിൽ 3 പോസ്റ്റിലേക്കും കമ്പൈൻഡ് ആയിട്ടാണ് ജൂലൈ 10-ന് എക്സാം നടക്കുന്നത്. അപ്പോൾ കമ്പൈൻഡ് എക്സാം വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം എന്താണ്, ഈ ലിസ്റ്റ് എല്ലാവരും കോമൺ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കോമൺ കാൻഡിഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജോബിന് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആരും 10-ാം തീയതി എക്സാം മിസ് ചെയ്യരുത്. അടുത്തത് വരുന്നത് 12-ാം തീയതിയാണ്. അതൊരു A ലെവൽ പോസ്റ്റ് ആണ്. ഹാർബർ A വന്നു എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ, നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറേ കാലമായി. ആ ഹാർബർ Aയുടെ എക്സാമിൻ്റെ ഡേറ്റ് ആണ് അടുത്തത്. ഹാർബർ A ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിനും ഉണ്ട്, നോൺ ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിനും ഉണ്ട്. അതുകൊണ്ടാണ് 2 കാറ്റഗറി നമ്പറായിട്ട് ഇവിടെ സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹാർബർ Aയുടെ എക്സാം 12-നാണ്, ജൂലൈ 12-ന്. കാത്തിരുന്ന് മടുത്തിട്ടുണ്ടാവില്ലേ, ഹാർബർ A ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് വർക്ക് സൂപ്രണ്ടന്റിന്റെ പോസ്റ്റ് തന്നെയാണ്. അവിടെ ഒരു പ്രത്യേകത ഉള്ളത് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അപ്പോൾ സിവിൽ ഉദ്യോഗാർത്ഥികൾക്കും അഗ്രികൾച്ചറിൽ സ്പെസിഫിക്കലി പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കുക, സിലബസിൽ ഒരു 50 മാർക്കിനേക്കാളും കൂടുതലുള്ളത് സിവിൽ തന്നെയാണ്. ഒരു 62 മാർക്കിനോളം സിവിൽ ഉണ്ട്. പിന്നെ ഇറിഗേഷനൊക്കെ കുറച്ച് വെയിറ്റേജ് കൂടുതലാണ് സിലബസിൽ. അപ്പോൾ 2 കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 23-ാം തീയതിയാണ്, അതായത് ആ മാസം ലാസ്റ്റ് ആണ്. സിലബസ് നോക്കുമ്പോൾ ഓവർസിയർ ലെവൽ സിലബസിൽ ഇറിഗേഷൻ കുറച്ചുകൂടെ അധികം കയറി വന്നിട്ടുണ്ടെന്നുള്ളൊരു മാറ്റമേ ഉള്ളൂ. പിന്നെ ഹൈഡ്രോളജിയും FM ഒക്കെ ഉണ്ട്. ഇനി ഏതൊക്കെ ജില്ലകളിലേക്കാണിത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കോട്ടയം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലേക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന 5 നോട്ടിഫിക്കേഷൻസ്. ഇതിൽ 1, അതായത് ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹാർബർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിനും നോൺ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിനും ഉണ്ട്. അതേപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 3 കേരള വാട്ടർ അതോറിറ്റി, അത് ഇൻ ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന പോസ്റ്റുകൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സൈലം ടെക്നിക്കലിനോടൊപ്പം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. കാരണം എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് എപ്പോഴും എന്തായിരിക്കണം, മികച്ചതായിരിക്കണം. ഇനി പ്രിപ്പയർ ചെയ്യാം സൈലം ടെക്നിക്കലിനോടൊപ്പം.